നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിവിടെ പത്രസമ്മേളനം വിളിച്ചത് ഗോപി ചെമ്മന്നൂരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. ഇത് വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് പരാതിക്കാരിയുടെ വസ്ത്രാധാരണം പൊതുസമൂഹത്തിന് തീരെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടെ നമുക്കുണ്ട്. എത്രത്തോളം മാന്യമായ ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാമോ അത്രമാത്രം ആ സ്ത്രീ ആദരിക്കപ്പെടും. ശരിയായ രീതിയിൽ വസ്ത്രം ധരിച്ച് പൊതുസമൂഹത്തെ വഞ്ചിക്കുന്ന സ്ത്രീകളുമുണ്ട്. എന്നാൽ ഇവിടെ പരാമർശിക്കുന്ന കാര്യം അതല്ല. ആദരിക്കപ്പെടുന്നതിന് ചില യോഗ്യതകളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരാളുടെ വസ്ത്രാധാരണം സ്വകാര്യമായ ഒരു വിഷയമാണ് എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ പൊതു സംസ്കാരത്തെ വെല്ലുവിളിക്കുമ്പോൾ പൊതു വിഷയമായി മാറും. ഇതാണ് ഇവിടുത്തെ വിഷയം. മോശമായ വസ്ത്രം ധരിക്കുമ്പോൾ സ്വാഭാവികമായും മോശമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. പരാതിക്കാരുടെ വസ്ത്രാധാരണം പൊതുസമൂഹത്തിന് തീരെ യോജിച്ചതല്ല എന്നുള്ള അഭിപ്രായം നമുക്കുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഞങ്ങള് അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ എന്നിവരുടെ നിലപാടുകൾ അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങൾ നേരിട്ട് അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വറിനുമായിട്ട് വിളിച്ചു, സംസാരിച്ചു. അദ്ദേഹത്തോട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചില അഭിപ്രായങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. നമുക്ക് ഇവിടെ വരാൻ പറഞ്ഞത് അടുത്ത പത്രസമ്മേളനം അദ്ദേഹം ചെയ്യാം. ഈ വിഷയം നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതൊരു സമാധാനത്തിലും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും പോകുന്ന ഒരു തരത്തിൽ കൊണ്ടുപോകുന്ന ഒരു വലിയൊരു കാര്യമായിരുന്നു. പക്ഷെ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇത് വേറെ പല രീതിയിലോട്ട് പോവാം. ഇതിന്റെ ഒരു വിഷയം ആഴത്തിലുള്ളത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്രത്തോളം ആഴത്തിലോട്ട് പോകാൻ ഞങ്ങൾ ഈ സമയത്തിൽ ആഗ്രഹിക്കുന്നു. കാര്യം ഇത് കോടതി വിഷയമായിട്ടിരിക്കും. ബഹുമാനപ്പെട്ട കോടതി വളരെ ശക്തമായിട്ട് നിലപാടെടുക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. എന്റെ ഡയറക്ട് ബോർഡ് മെമ്പർ എന്നുള്ള നിലക്കാണ് ഞാനും ഈ പത്ര സമ്മേളനത്തിൽ പങ്കെടുക്കും. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുകയാണ് വസ്ത്രധാരണത്തെ സംബന്ധിച്ചുള്ള പൊതുസമൂഹത്തിന്റെ ഒരു ധാരണ. ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ കേരളീയ സംസ്കാരത്തിന്റെ പൊതുമാനദണ്ഡത്തിനെതിരായിട്ടുള്ള ചില സമീപനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിനെ വിമർശന കോണിലൂടെ പൊതുജനങ്ങളും ഏറ്റവും വലിയ തിരുത്തൽ ശക്തിയായിട്ടുള്ള മാധ്യമങ്ങളുമെല്ലാം അക്കാര്യത്തിൽ ഇടപെടുന്നത്. ഇവിടെ ഉണ്ടായ സംഭവം ഗോപി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ യഥാർത്ഥ ജാഗ്രത പുലർത്തി കേരളീയ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്നുള്ളതിന് രണ്ടഭിപ്രായമുണ്ട്. പക്ഷെ സ്ത്രീകൾ എന്നുള്ളത് സമൂഹത്തിലെ ഏറ്റവും ആദരിക്കപ്പെടേണ്ടവരാണ്. സ്ത്രീകൾക്കെതിരെ ഏത് ഭാഗത്തു നിന്ന് മോശമായ പരാമർശമുണ്ടായാലും അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ ബാധ്യത പൊതുസമൂഹത്തിനുണ്ട് എന്നുള്ളതാണ്. എങ്കിലും സ്ത്രീക്കും പുരുഷന്മാർക്കും സമൂഹത്തിൽ ഒരുപോലെയുള്ള സമൂഹം ആദരിക്കപ്പെടുന്ന പൊതുവിഷയങ്ങളിൽ സ്ത്രീക്കും പുരുഷന്മാർക്കും ഒരേ മാനദണ്ഡമാണുള്ളത്. ഭരണഘടനാപരമായി ആർട്ടിക്കിൾ 14 പറയുന്നത് പോലെ സ്ത്രീയുടെയും പുരുഷന്റെയും അന്തസ്സ് ഒന്നുപോലെ തന്നെ സൂക്ഷിക്കുന്നത്. പുരുഷന്മാർ ഒരുപക്ഷെ അവർക്ക് അവരുടെ വസ്ത്രധാരണത്തിൽ മോശമായ സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ തിരുത്തപ്പെടേണ്ടതാണ്. സ്ത്രീകളും അപ്രകാരം തന്നെയാണ്. സ്ത്രീയുടെ പവിത്രതയെ അല്ലെങ്കിൽ സ്ത്രീയുടെ ഔന്നിത്യത്തെ അകാരണമായി ചോദ്യം ചെയ്യപ്പെട്ടാൽ അതിനെ പ്രതിരോധിക്കാൻ പൊതുസമൂഹവും സമൂഹത്തിന്റെ ഔന്നിത്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല താഴേക്കടയിലുള്ളവർ ഉയർന്നവരുമെല്ലാം ആ കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ ഇടപെടേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതിക്കാരിയുടെ പരാമർശം
അത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന കേരളത്തിലെ പൊതുസമൂഹവും രാജ്യവും ഒക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ മോശമായ പരാമർശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. ആ വിശ്വാസമാണ് ഞങ്ങൾക്ക്. പക്ഷേ പലപ്പോഴും അതിന്റെ സീമ ലംഘിച്ച് ആര് മുന്നോട്ട് പോയാലും അതിനെ കൂച്ചുവിലങ്ങിടാൻ സമൂഹത്തെ സ്നേഹിക്കുന്നവർ പ്രതിബദ്ധമായി രംഗത്ത് വരേണ്ടതുണ്ട് എന്നുള്ളത് കാലഘട്ടത്തിൽ അതിന്റെ ചുവരെടുത്ത് നമ്മെ മനസ്സിലാക്കുക. ഇവിടെ ബോബി ചെമ്മണ്ണൂർ ചെയ്ത വർത്തമാനത്തിന്റെ വികലതകളെ അത് അത്തരത്തിൽ നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. എന്നാൽ പരാതിക്കാരി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉയർത്തിയ മാനവികതയെയും മനുഷ്യ സ്നേഹത്തെയും പൊതുമാനദണ്ഡങ്ങളെയും ലംഘിക്കുന്ന തരത്തിലുള്ള അവരുടെ വസ്ത്രവിധാനം സമൂഹത്തിന്റെ വൈവിധ്യമാർന്ന തലങ്ങളിൽ വലിയ ചർച്ചകൾ ഉയർത്തിവിട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രകടമായ വിഷയമാണ്. ആ വിഷയത്തെ നമുക്ക് ചെറുതായി കാണാൻ സാധ്യമല്ല. അത് തിരുത്തപ്പെടണമെങ്കിൽ വിമർശനങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. പക്ഷേ വിമർശിക്കപ്പെടുന്നവർ ആദരവ് നിലനിർത്തി വിമർശിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രസക്തമായ വിഷയം. അത് ഒരിക്കലും ഇപ്പൊ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആ വ്യക്തി സമൂഹത്തിൽ ഉയർത്തിവിട്ട സ്ത്രീകൾ സമൂഹത്തിൽ ആദരിക്കപ്പെടണമെങ്കിൽ അവരുടെ വസ്ത്രവിധാനം കൊണ്ട് അവരെ മഹത്വവൽക്കരിക്കപ്പെടും എന്നുള്ള ആശയം അവർ മാത്രമല്ല, ജീവിതത്തിന്റെ നാനാ തുറകളിലുമുള്ള വൈവിധ്യമാർന്ന വ്യക്തിത്വങ്ങളെല്ലാം വിശ്വസിക്കുന്ന ഒരു വലിയ വിശ്വാസ പ്രമാണമാണ്. ഭാരത സ്ത്രീകളുടെ വിശുദ്ധിയെ സംബന്ധിച്ച് ലോകം തന്നെ ഏറ്റവും വലിയ പ്രവചനമാണ് നടത്തുന്നത്. ഭാരത സ്ത്രീയെ പോലെ വിശുദ്ധിയുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് കേരളത്തിൽ ആ പവിത്രതയെ പലപ്പോഴും അതിന്റെ അതിർവരമ്പുകൾ ലംഘിച്ച് മുന്നോട്ട് പോകുന്നു. പുതിയ തലമുറയ്ക്ക് തന്നെ അതൊരു വിനാശമായി മാറുന്നു. അതിനെ പ്രതിരോധിക്കാൻ ഞാനും നിങ്ങളും മാധ്യമ പ്രവർത്തകരും എല്ലാം രംഗത്ത് വരേണ്ടതുണ്ട്. തെറ്റിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനുള്ള അതിശക്തമായ കാർക്കശ്യമായ നിലപാടുകൾ സമൂഹത്തിന്റെ മുന്നിൽ വിന്യസിപ്പിക്കേണ്ടത് നമ്മളാണ്. അതിൽ പത്രധർമ്മത്തിന് വലിയ പങ്കുണ്ട്, മാധ്യമത്തിന് വലിയ പങ്കുണ്ട്. പലപ്പോഴും മാധ്യമ സുഹൃത്തുക്കൾ ശരിമയെ പലപ്പോഴും കണ്ണടച്ച് തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ എന്ന ആശങ്ക സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരികയാണ്. പക്ഷേ മാധ്യമ പ്രവർത്തകർ നടത്തുന്ന നന്മയുള്ള പ്രവർത്തനങ്ങൾ അനീതിക്കെതിരെ, തെറ്റുകൾക്കെതിരെ സമൂഹത്തെ കൂടുതൽ കൂടുതൽ ഊർജത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പ്രേരക ശക്തിയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിയോടെ സമൂഹം നോക്കിക്കാണുകയാണ് എന്നുള്ളത് നിങ്ങൾ കൂടി അറിയണം. വളരെ ചെറിയ വാർത്തകൾ സൃഷ്ടിക്കാനുള്ള അല്ലെങ്കിൽ പെട്ടെന്നുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ സൃഷ്ടിക്കാനും ശരിയെ തെറ്റാക്കാനും തെറ്റിനെ ശരിയാക്കാനും മാധ്യമ സുഹൃത്തുക്കൾ കൂടി ഇറങ്ങി പുറപ്പെട്ടാൽ ഈ സമൂഹം വല്ലാത്ത അന്ധകാരത്തിലേക്ക് ആവരിക്കപ്പെടും എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ സംഭവത്തെ കൂടുതൽ കൂടുതൽ ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ കൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം. തീർച്ചയായും ഈ കേരളം കണ്ടിട്ടുള്ള നന്മകളെയെല്ലാം വളരെ മോശപ്പെടുത്തുന്ന തരത്തിലേക്ക് സമകാല സാഹചര്യങ്ങൾ വളർന്നു വരുന്നത് ആശങ്കയോടെ നാം നോക്കിക്കാണുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ അന്ധമായി അംഗീകരിക്കാൻ, തെറ്റുകൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ തെറ്റായി തന്നെ കാണാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ദൂരെ നിന്ന് നോക്കിക്കാണുന്നവരെന്ന നിലയ്ക്ക് ഞങ്ങളും അക്കാര്യത്തിൽ വലിയ ഒരു ദൗത്യം നിർവഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന് ഈ കാര്യത്തിൽ അദ്ദേഹം ചെയ്ത സമീപനത്തിന് തെറ്റുണ്ടെങ്കിൽ അല്ല, അദ്ദേഹത്തിന്റെ ഈ നന്മയ്ക്ക് വേണ്ടി വസ്ത്രധാരണത്തിൽ സ്ത്രീകൾക്ക് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട്. അങ്ങനെയല്ല എങ്ങനെ അയാള് സമീപകാലത്ത് ചെയ്ത ഏറ്റവും വലിയ തെറ്റിനെ അയാൾ എന്തൊക്കെയോ ചെയ്തു എന്ന് ഗ്ലോറിഫൈ ചെയ്യാനാണ് വന്നത്. ഒരിക്കലുമല്ല. സ്ത്രീകളുടെ വസ്ത്രധാരണം അങ്ങനെ ആയതുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ അങ്ങനെ സംസാരിച്ചതാണ് പറയുന്നത്. സ്ത്രീകൾ എങ്ങനെ വസ്ത്രധാരണം ചെയ്യണം, സ്ത്രീ എങ്ങനെ വസ്ത്രം ധരിക്കണം? അതെ, നമ്മളെ ഞാനിപ്പം സഹോദരി ആരാണ് നമ്മുടെ ഏത് മീഡിയയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അല്ല, അത് അറിയണമല്ലോ. ഐഡന്റിറ്റി വേണമല്ലോ. ആരെയാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും നമുക്ക് സംസാരിക്കാം. ഈ നേരം നിങ്ങൾ മാധ്യമങ്ങളെ സമൂഹത്തെ ഉപദേശിച്ചു സ്ത്രീയുടെ ഏത് വസ്ത്രധാരണമാണ്
ഇന്ത്യൻ മീഡിയ പ്രസ് അക്കാദമിനെ ചോദിപ്പിച്ചത് അല്ലെങ്കിൽ ഗോപിച്ചെമ്മണ്ണൂരിനെ ചോദിച്ചു. ഗോപി ചെമ്മണ്ണൂരിനെ ഞങ്ങൾ അനുകൂലിക്കുകയല്ലോ, ഞങ്ങളത് പറഞ്ഞല്ലോ. അത് വളരെ വ്യക്തമായിട്ട് അത് വളരെ വ്യക്തമായിട്ട് നമ്മളൊരു അപ്പൊ നമ്മളൊരു ഇതിനകത്തൊരു ഒരു ഡിബേറ്റിനോ ഒരു തർക്കത്തിനോ നമ്മൾ ഇവരുടെ കാര്യമില്ല. നമുക്ക് ഇതിനകത്തെല്ലാം അറിയാം. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഞങ്ങൾ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ചെയ്ത ഒരുപാട് നല്ല പ്രവൃത്തികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു വിഷയം തന്നെ പ്രവർത്തിക്കും. അല്ല, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ മാധ്യമപ്രവർത്തകർ ഉയർത്തിയിട്ടുണ്ട്. ക്ലിയറായിട്ട് വന്നതാണ്. രാഹുൽ ഈശ്വറും ക്ലിയറായിട്ട് വന്നതാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യം തന്നെയാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. അത് നിങ്ങൾ ഈ അവസരത്തിൽ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ് നിങ്ങൾ പറഞ്ഞത്? അതായത് ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാദമി കൗൺസിൽ, നിങ്ങൾ എന്താണ് അക്കാദമി ചെയ്യുന്നത്, എന്താണ് ഈ കൗൺസിൽ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത്? നമുക്ക് സ്വാഭാവികം അറിയണ്ടേ? ഞങ്ങള് ഒരു NGO ആണ്. ഞങ്ങള് ഡൽഹിയിലാണ് ആസ്ഥാനം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ചില പ്രവർത്തനങ്ങള് മാധ്യമ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അവരെല്ലാം ഞങ്ങളുടെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കും. ഞങ്ങളുടെ വിഷയങ്ങള് ഞങ്ങളെ വേറെ രീതിയിലോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഞങ്ങൾ വന്ന ഒരു കാര്യത്തിലും ഈ മാധ്യമ ഈ പ്രവർത്തനത്തില് ഉണ്ടായ നിങ്ങളുടേതായ ചില വിഷയങ്ങളും കൂടെ ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണോ? അല്ല, ചൂണ്ടിക്കാണിക്കാത്ത ഏതെങ്കിലും ഒരു മാധ്യമം ഉണ്ടോ നിങ്ങൾക്ക്? ചൂണ്ടിക്കാണിക്കാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ പേര് പറയാൻ പറ്റും? നിങ്ങളൊരു മാധ്യമം പറഞ്ഞു, എന്ത് മാധ്യമമാണ്? നിങ്ങളോടല്ലേ പറയാം, നിങ്ങളോട് പറയുന്നുള്ളതാണല്ലോ പറയുന്നത്. അല്ലല്ല, ഇത് എന്താണ് ഈ സംഭവം? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ പ്രവർത്തന മേഖലയാണ് നിങ്ങൾ വളരെ വ്യക്തമാകുന്നുണ്ടല്ലോ. മീഡിയ ആണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ, പറഞ്ഞായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഞങ്ങളൊരു ഇന്റർനാഷണൽ ജേർണലിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ആണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളൊരു NGO ആണ്. അതുപോലെ തന്നെ നിങ്ങൾ let me finish. Please let me finish. I have done journalism for the last 32 years. All right? I know what journalism is. Okay? I know what journalism is and the ethics of journalism. Okay, let me finish. You're asking me a question. You need to give me time to finish it. All right? Let me finish it. So what I'm trying to say to you, you're asking me what I am. My concern, my NGO is. All right? I'm telling you, it's not my time to tell you about that. Why have I come here? Why? See, wait, let me finish. Let me finish, sir. Let me finish. See, why I'm here? We need time. We are working on a procedure. We are working on a process where we are finishing this council. There is a lot of things going on. All right? There are a lot of people involved in it. Okay, the point. See, we are trying to help the journalists, provide opportunities for journalists, and provide jobs for journalists. All right, that's what we are trying to do. മാധ്യമ പ്രവർത്തകർക്ക് അതെ അദ്ദേഹം പറഞ്ഞു ശരിയാണ്. മാധ്യമ പ്രവർത്തകർക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഒരുപാട് അവസരങ്ങൾ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം നമുക്ക് പോകുന്നത്. കോമ്പറ്റീഷൻ. ഞാനും ഒരു ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വർഷങ്ങളായി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ മേഖലയിൽ ഞങ്ങൾ എന്തുകൊണ്ട് ഒരു NGO നിങ്ങൾ ചോദിച്ചല്ലോ, എന്താണ് നിങ്ങൾ NGOയുടെ ഉദ്ദേശം? നിങ്ങൾ NGOയുടെ ഇതാണ് സ്ഥാപനമാണല്ലോ. ഇതൊരു NGO ആണ്. ഉണ്ടല്ലോ. ഞാൻ പ്രത്യേകിച്ച് ഒരു മാഗസീൻ ഉണ്ട്. എനിക്ക് മാഗസീൻ മലബാർ ബോണ്ട് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ മാഗസീൻ ഉണ്ട്. ഏതാണ്? ഞാൻ ഇവിടെ തന്നെ നടത്തിയാണല്ലോ. ഞാൻ ഇവിടെ തന്നെയാണ് ഞാൻ നടത്തിയതാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിട്ട് ഞാൻ വളരെ ജെന്യൂനായിട്ട് നടത്തിയ സംഭവം. ഞാൻ അതൊരു 15,000 കോപ്പികളുണ്ട് മന്ത്ലി. ഇപ്പൊ ഇല്ല, ഇപ്പൊ നിർത്തിയത്. കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു ലെവലിൽ ഞങ്ങൾ ഗ്രോത്ത് ചെയ്ത് നിങ്ങളെ പോലെ തന്നെ വളർന്നു വരുന്ന ഒരു മാധ്യമ പ്രവർത്തനം തന്നെയാണ് ഞാൻ. ആരെയും നിങ്ങളെന്നോ അങ്ങനെ വാങ്ങുന്നില്ലല്ലോ. അത് നമ്മുടെ ആവശ്യമല്ല.
ആരാണ്? ഇല്ല അങ്ങനെ കേസുണ്ടോ? അല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ അങ്ങനെയുള്ള ഫ്രോഡ് ടീമുകളൊന്നും അല്ല മിസ്റ്റർ. നിങ്ങൾ അങ്ങനെ കേസുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ നമ്മൾ ഡിസ്പ്യൂട്ട് പോകുന്നതല്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഐ ആം നോട്ട് ഹിയർ ടു ഫൈറ്റ് വിത്ത് യു. ഞങ്ങളൊരു പോയിന്റ് പറഞ്ഞു. ഞങ്ങളൊരു മനുഷ്യനെ നിങ്ങൾ നല്ലൊരു ചോദ്യമാണെന്ന് ചോദിച്ചു കാണാം. അത് എന്താണെന്ന് പറഞ്ഞാൽ വസ്ത്രധാരണം ചെയ്യുന്ന അടിസ്ഥാന വിഷയം അതൊക്കെ എങ്ങനെയാണ് അവിടെ നിന്ന് പറയാൻ പറ്റുന്നത്? എവിടെയാണ് നിങ്ങൾ ഈ ഫെസിലിറ്റി എഴുതിയിരിക്കുന്നത് എന്താ എഴുതിയിരിക്കുന്നത്? എന്താ സ്ത്രീകൾ പ്രലോഭനം ഉണ്ടാക്കുന്ന തരത്തിൽ വസ്ത്രധാരണം ചെയ്യുന്നതാണ് അടിസ്ഥാന വിഷയം. ആരാ പറഞ്ഞത് നിങ്ങളോട്? അതല്ലേ വിഷയം? ഇപ്പൊ എന്താ വിഷയം നിങ്ങളോട്? എന്താണ് എന്താണ് ഈ അടിസ്ഥാന വിഷയം? എന്താണ് എഴുതിയിരിക്കുകയാണ് സ്ത്രീകൾ ഗോപി ചെമ്മണ്ണൂർ വിഷയത്തിൽ സ്ത്രീകൾ പ്രലോഭനം ഉണ്ടാക്കുന്ന തരത്തിൽ വസ്ത്രധാരണം ചെയ്യുന്നതാണ് അടിസ്ഥാന വിഷയമെന്ന്. എങ്ങനെ പ്രശ്നത്തിന് അവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങൾ പ്രശ്നത്തിൽ പൈസ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഈ ഇത്തരം പോക്കൃത എഴുതി വെക്കരുതിരുന്നു. സാറേ ദയവായി അല്ല നമ്മള് ഒരു വിവാദം സൃഷ്ടിക്കുന്നതിനല്ല, അത് അങ്ങനെയല്ല. അത് തെറ്റായ വിശകലനങ്ങൾ നമുക്ക് പാടില്ല. ഞാന് ദയവായി നിങ്ങളുടെ എപ്പോഴും നിങ്ങളെ ബഹുമാനപൂർവ്വം നോക്കിക്കാണുന്നവരെന്നുള്ള നിലയിൽ മാധ്യമ പ്രവർത്തകരാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. ഏതാണ്? അല്ല അല്ല ഞാൻ പറയട്ടെ, കാര്യമല്ലല്ലോ. സഹോദരി, നമ്മള് ഒരിക്കലും ഈ ഒരു വിഷയത്തെ രണ്ട് തരത്തിലുള്ള സമീപനം നമുക്ക് സ്വീകരിക്കാം. ഒരെണ്ണത്തിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പൊതു വിഷയത്തിന്റെ അല്ല നമ്മൾ പറഞ്ഞതേ അടിവരയിട്ട് നിങ്ങൾ കേൾക്കേണ്ടത് എത്രത്തോളം മാന്യമായ ഒരു സ്ത്രീ വസ്ത്രം മാന്യമായ വസ്ത്രധാരണം അല്ല എങ്കിലും നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ കേരളം സാറേ ഒന്ന് പറഞ്ഞ് ഒന്ന് കേൾക്കണമല്ലോ സാർ. നമ്മുടെ സമൂഹത്തിനെ ഞാൻ ദയവായി നിങ്ങൾ കേൾക്കണം. നമ്മുടെ സമൂഹത്തിലെല്ലാം ഏത് തരത്തിലും ഏത് വ്യക്തിക്കും എങ്ങനെയും ആക്ട് ചെയ്യും. പക്ഷെ ആശാസ്യകരമായ തരത്തിൽ സമൂഹം ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ പൊതുസമൂഹം അതാ ഭരണഘടനയും പൊതുസമൂഹവും. ഭരണഘടനയെ ബഹുമാനിക്കുക, പൊതുസമൂഹത്തെ ബഹുമാനിക്കുക. അല്ല ഞങ്ങൾ വസ്ത്രം ധരിക്കുന്നതിനല്ല, അല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വസ്ത്രം ധരിക്കുന്നത് മാന്യമായി വേണമെന്ന പൊതുസമൂഹം. ഒരു പാശ്ചാത്യ സംസ്കാരമല്ല നമ്മുടെ ഭാരതീയ സംസ്കാരമാണ്. ഇതെന്തൊരു ഡീസൻസി അല്ലേ? നിങ്ങൾ ചെയ്യുന്നില്ലേ? നിങ്ങൾ കൊണ്ടിടുന്നില്ലേ? നിങ്ങൾ കൂട്ടിടുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അമ്പലങ്ങളില്ലേ ഇല്ല ഇല്ല ശോഭിതരാകാതെ നമ്മളൊരു ഫൈറ്റിംഗിലേക്ക് ഇരിക്കുകയല്ലോ. ഒരിക്കൽ എഴുതി വെച്ച സാധനങ്ങളൊന്നും പിൻവലിക്കരുത്. ഒരിക്കലല്ല. തീർച്ചയായും ഞങ്ങള് ഈ സമ്മേളനത്തിൽ ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ തീർച്ചയായും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതല്ല പൊതുസമൂഹത്തിന്റെ മാനദണ്ഡങ്ങളെ തീർച്ചയായും മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ വിശ്വസിക്കുന്ന രാജ്യത്തിന്റെ പൊതു നിയമങ്ങൾ
അനുകരിക്കുന്ന ഏതൊരാളിനും അത് ചെയ്യേണ്ടതുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ വിവസ്ത്രരായി നടക്കാൻ നമ്മുടെ സമൂഹം അനുവദിക്കുമോ? അനുവദിക്കില്ലല്ലോ. അപ്പൊ അതിനെ ആ ഒരു മാനദണ്ഡത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ സഹകരണത്തിന് ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്നുള്ള സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നത് ഈ സമ്മേളനം അവസാനിപ്പിക്കുന്നതായാണ്. നന്ദി, നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.